ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എർട്ടിക എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ എർട്ടികരെ വളരെയധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ അതേപോലെ തന്നെ വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫോഗ് ലാമ്പ്, അത് നമ്മൾ ഇതിൽ ചെയ്യുന്ന LED ഫോഗ് ലാമ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്യാച്ച് കവർ, വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ്, അതേപോലെ തന്നെ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം. ഇതിൻ്റെ സിസ്റ്റം നമ്മൾ മാറ്റി കമ്പനി സ്റ്റീരിയോ വരുന്നതാണ്, നമ്മൾ ഉരി വെച്ചിരിക്കുകയാണ്. അത് വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉരി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സീറ്റ് കവർ, പിന്നെ ഒരു 70 മാറ്റ്, അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവർ, അതേപോലെ തന്നെ നമ്മുടെ റൂഫ് റെയിൽ, സ്പോയിലർ, അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ഡിക്കിയിൽ വരുന്ന എല്ലാ ക്രോമുകളും, അതേപോലെ തന്നെ നമ്മുടെ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാട്രിക്സ് LED നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സൈഡ് ബീഡിങ്, ഇത്രയും വർക്കുകൾ നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ കൂടെ നമ്മൾ DR ചെയ്യുന്നുണ്ട്. പിന്നെ അടിയിൽ ഞാൻ പറഞ്ഞ പോലെ 70 മാറ്റും അതുപോലെ സ്റ്റിയറിംഗ് കവറും ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് കവർ നമ്മൾ ഫുൾ ബ്ലാക്കാണ് ചെയ്യുന്നത്. സെറ്റ് മാറ്റിയിട്ട് നമ്മൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ്, അത് ഞാൻ ഇതേ ഫസ്റ്റത്തെ യൂണിറ്റ് അവിടെ ഒട്ടിക്കുകയാണ്. ഇതാണ് വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് വരുന്നത്. കറക്റ്റ് സെറ്റ് ഊരിയതിന് ശേഷം നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. നമ്മുടെ കമ്പനി വരുന്നേക്കാളും നല്ല രസമായിട്ടുള്ളൊരു മോഡലാണ് ഇവ നമ്മളിതിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇതാണ് കമ്പനി വരുന്ന സ്റ്റീരിയോ. ഇതാണ് ഈ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മളവിടെ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, നമുക്കിതിൽ ഡിസ്പ്ലേ ഇല്ല. നമുക്ക് വെറുതെ സ്ക്രീൻ മറ്റേ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് ആ സിസ്റ്റത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം മാറ്റിയിട്ട് 9 ഇഞ്ചിൻ്റെ ഫ്രണ്ട് ബാക്ക് DVR, അത് ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. റെയിൻ ഗാർഡിൻ്റെ പ്രത്യേകത, നമ്മൾ വിത്ത് ക്രോം വരുന്ന റെയിൻ ഗാർഡാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ലൈറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ LED ഫോഗ് ലാമ്പ് വരുന്നത്. ഹെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ബ്രാൻഡഡ് ആണ് ഹെല്ല. നമുക്കിതിന് വാറണ്ടി 6 മാസമാണ് നമുക്കിതിന് വാറണ്ടി വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഇത് അതിൻ്റെ ഫിറ്റിംഗ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു LED ഫോഗ് ലാമ്പാണ്. അതേപോലെ തന്നെ ഒരു DR എനിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് DR. അതേപോലെ തന്നെ കണ്ട നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ആ ഫോഗ് ലാമ്പ്. ഇതിന് വേണ്ടി വരുന്നതാണ്, മാരുതിയുടെ വണ്ടികൾക്ക് വരുന്നൊരു ഫോഗ് ലാമ്പാണ്. കറക്റ്റ് ഫിറ്റിംഗ് ആണത്. കറക്റ്റ് അതിൻ്റെ സ്ലോട്ട് വരെ, കറക്റ്റ് അതിൻ്റെ ഹോളുകൾ വരെ നിങ്ങൾക്ക് കണ്ടറിയാം. കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ച് 4 സ്ക്രൂസ് കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കണ്ട, ഇതിന് വേണ്ടി വരുന്നതാണ് എർട്ടിക്ക്. അതേപോലെ തന്നെ സ്വിഫ്റ്റിനൊക്കെ കറക്റ്റ് സൂട്ടായിട്ടുള്ളൊരു ഫോഗ് ലാമ്പാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കിലെ ഒരുവിധം ക്രോമുകൾ നമ്മൾ ഒട്ടിച്ച്, റിയർ റിഫ്ലക്ടറുമ്പോൾ വരുന്ന ക്രോമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിക്ക് നല്ല ഷോ തന്നെയാണ്. എല്ലാ ക്രോമുകളും വരുമ്പോൾ ചിലർ പറയും ക്രോം എന്നിട്ടൊരു ഭംഗിയില്ല എന്ന് പറയും. പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. ഇത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ്. ഇതാണ് ക്രോം 2 പീസ് വരും. ആ ബാക്കിലെ റിഫ്ലക്ടർ മാറ്റി നമ്മൾ LED ആക്കി അതുമ്പോൾ 2 ക്രോമാണ് വരുന്നത്. അതേപോലെ തന്നെ ഡിക്കിൽ ബാക്കിയുള്ള എല്ലാ ക്രോമും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, ടെയിലൈറ്റ് ക്രോം, ക്യാച്ച് കവർ, ഈ സൈഡിലെ ഫുള്ള് നമ്മൾ എല്ലാം ഒട്ടിച്ചിപ്പോൾ. അതേപോലെ തന്നെ റെയിൻ ഗാർഡും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഇപ്പോൾ ഞാൻ വന്നിട്ടൊന്ന് കാണിക്കുകയാണ്. അതേപോലെ ഇത് സ്റ്റിയറിംഗ് കവർ നമ്മളോട് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിത് സീറ്റിൻ്റെ വർക്കിന് വേണ്ടി സീറ്റുകളെല്ലാം നമ്മൾ ഊരിയിട്ടുണ്ട്. എല്ലാതും ഇല്ല, എന്നാലും ബാക്കിയുള്ള ഒരുവിധമൊക്കെ ഊരും. ഫ്രണ്ടിൽ 2 സീറ്റ്, ബാക്കിലെ ഒരു സീറ്റ് നമ്മൾ ഊരി, ബാക്കിയുള്ളത് നമ്മൾ ഊരും. അതേപോലെ അടിയിൽ നമ്മൾ ഇടുന്ന മാറ്റാണ് 70 മാറ്റ്. അത് ബ്ലാക്ക് കളറിലുള്ള 70 മാറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോർസിൽ പ്ലേറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കയറി വരുന്ന ഭാഗത്തുള്ള ഇതാണ് ആ ഡോർസിൽ പ്ലേറ്റ്. 4 പീസ് വരുന്നുണ്ട്. ഇത് 4ഉം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. യാതൊരു കാരണവശാലും തിരുമ്പ് വരില്ല. ഈ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഞാൻ പറഞ്ഞ പോലെ ബാക്കിലത്തെ ഡോറിലേക്കും വരുന്നുണ്ടാണ് ജസ്റ്റ് കാണിച്ചത്. ബാക്കിലെ സീറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരണ്ട വരാറില്ല. അതിൽ വെച്ച് തന്നെ നമ്മൾ സീറ്റ് കവർ ഇടും. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള സീറ്റ്. സാധാരണ നമ്മൾ ഇടാറുള്ള ബീജ് കളറല്ല ഇത്. ഈ കളറിൻ്റെ പ്രത്യേകത, ഇത് എർട്ടിക ബീജ് എന്ന് പറയും. അപ്പോൾ ശരിക്കും അതിൻ്റെ അടിയിൽ നമ്മുടെ ഡോർ പാഡിൽ വരുന്ന കളർ കറക്റ്റായിരിക്കും. ഇതാണ് നമ്മുടെ 70 മാറ്റ് വരുന്നത്. 70 മാറ്റ് നമുക്ക് 70 മാറ്റിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ പ്രാവശ്യയിലേക്ക് ആഡ് ചെയ്യുന്നത് ബ്ലാക്കാണ്. സാധാരണ ബീജ് കളറാണ് നമ്മൾ ചെയ്യാറുള്ളത്, ഇത് ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീറ്റിൻ്റെ ഫിറ്റിങ്സും അവിടെ സ്റ്റാർട്ട് ചെയ്തു. ബാക്കിലത്തെ സീറ്റുകളെല്ലാ വർക്കും കഴിഞ്ഞു. എല്ലാ സീറ്റിൻ്റെയും ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. അതുപോലെ 70 മാറ്റും കൂടി വിരിച്ച് കഴിഞ്ഞിട്ട്
അതേപോലെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി കാണിക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് ഫ്രണ്ടിലെ DRലും ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്ച്ച് കാണാം. അതേപോലെ തന്നെ ഇതേ ഫുൾ വർക്ക് കഴിഞ്ഞു, നമ്മുടെ ഫുൾ വർക്ക് ഇതേ സീറ്റിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിൽ ഹെഡ് റെസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ, അതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, കണ്ടേ ഡോർ പാഡുമറ്റും അതേപോലെ തന്നെ ഈ സൈഡിലത്തെ പാഡ് ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ വരുന്ന കളർ കണ്ട, ഇത് ഫോഗ് ലാമ്പിൽ വർക്ക് ചെയ്യിക്കുന്നതാണ്. ആ സെയിം കളർ തന്നെയാണ് സീറ്റിന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് അതിൻ്റെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യിച്ച് കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത DRൽ നമ്മൾ കമ്പനി വരുന്ന ഹെല്ലയുടെ ഫോഗ് ലാമ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല ലൈറ്റുള്ളൊരു ഫോഗ് ലാമ്പ് തന്നെയാണ്, വൈറ്റാണ് ഫോഗ് ലാമ്പ്. ഇനി നമുക്കത് യെല്ലോ പോലെ ഉപയോഗിക്കാൻ പറ്റൂട്ടാ. വെറുതെ കൂൾ ഫിലിം ചെയ്യുന്നിടത്ത് പോയിട്ട് നമ്മൾ യെല്ലോ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് യെല്ലോ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഹൈ റേഞ്ചൊക്കെ പോകണമെങ്കിൽ നമുക്കത് യെല്ലോ സ്റ്റിക്കർ ഒട്ടിച്ച് പോകാം, അത് കഴിഞ്ഞത് പൊളിച്ച് കളയുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് അതേപോലെ തന്നെ DRൽ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. DRൽ ഇപ്പോൾ വർക്ക് ചെയ്യിക്കുന്നത് കേട്ടോ. ഫോഗ് ലാമ്പ് കത്തുന്നതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കാണാത്തത്. ഫോഗ് ലാമ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബാക്കിൽ റിയർ റിഫ്ലക്ടർ LED നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫോഗ് ലാമ്പും അതേപോലെ തന്നെ DRൽ നമുക്ക് ബാക്കിലത്തെ ഒന്ന് വർക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ ബാക്കിലത്തെയാണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. ബാക്കിലത്തെ ഇത് റിഫ്ലക്ടർ LED, നമ്മൾ റിഫ്ലക്ടർ മാറ്റിയിട്ട് വെച്ചിട്ടുള്ള LED ആണ് വർക്ക് ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലത്തെ ക്രോമുകൾ, ബാക്കിലെ എല്ലാ ക്രോമുകളും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1 2 3 4 ക്രോം ഡിക്കിമ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഫ് റെയിൽ നമുക്ക് സ്പോയിലർ നമ്മളിൽ ചെയ്തിട്ടില്ല. സ്പോയിലർ നമുക്ക് വന്നിട്ട് എന്തൊരു കംപ്ലൈൻ്റ് ഉള്ള കാരണം സ്പോയിലർ നമ്മളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി വർക്കുകൾ ഫുള്ള് ഇവർ പറഞ്ഞ വർക്കുകൾ ഫുള്ള് നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ ചെയ്തു, വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ്, അതേപോലെ തന്നെ അടിയിൽ 70 മാറ്റ്, ഫുൾ സീറ്റ് കവർ, ഇത്രയും വർക്ക് നമ്മളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമുക്ക് വന്നിട്ടുള്ള എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ നമുക്ക് ആ സ്റ്റീരിയോ എന്ന് വർക്ക് ചെയ്ത് കാണാം. ഷാർപ്പിൻ്റെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ്, വിത്ത് DVR വരുന്നൊരു സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തത്. ഇതിൻ്റെ 432 ആണ് ഇതിൻ്റെ റാം വരുന്നത് 432 ആണ്. ഇതിൻ്റെ QLED ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ ഷാർപ്പ് നമുക്ക് 2 വർഷത്തോളം നമുക്ക് ഇതിന് വാറണ്ടിയും വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് ബാക്ക് നമുക്ക് അതിൽ കാണാൻ പറ്റും. നമ്മൾ പ്രസ് ചെയ്തപ്പോൾ ബാക്ക് മാത്രം, ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രം വരും. ഇതിപ്പോൾ ബാക്ക് മാത്രം, ബാക്ക് അടിയിൽ ടച്ച് ചെയ്തപ്പോൾ നമുക്ക് മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ബാക്ക് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ നമുക്കിത് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ ആപ്പുകളിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. യൂട്യൂബ് അതിലെല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓടിച്ചെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വെറും 8 9 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഈ വീഡിയോ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഒരു 5 മണി 6 മണി നമുക്ക് പോകാൻ പറ്റും. ഇതൊരു തലേദിവസമാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. സീറ്റൊക്കെ കൺഫേം ആക്കി തലേദിവസമാണ്. അപ്പോൾ ഇത്തിരി ലേറ്റായി, ഒരു 5:30 6 മണി തന്നെ ആയിട്ടുണ്ട്. മറ്റേ ഒരു 3:30 4 മണി ആകുമ്പോഴേക്കും നമുക്ക് കഴിയാറുണ്ട്. അപ്പോൾ എല്ലാ വർക്കുകളും നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിതിൽ ഫോഗ് ലാമ്പ് LED വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, എന്ത് കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് മാറാനും മറ്റും. ഓക്കെ, ബൈ.